ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പോണ്ടിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് 2-ലെ ഒരാർട്ടിക്കിളാണ്. ദ സിറ്റീസ് ദാറ്റ് ഷേപ്ഡ് ഗാന്ധി, ദ സിറ്റീസ് ദാറ്റ് ഗാന്ധി ഷേപ്ഡ്. ഇതൊരു ആർട്ടിക്കിളാണ്. ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് ഓൺ 6 October 2019. അപ്പോൾ ഇത് എഴുതിയത് രാമചന്ദ്ര ഗുഹയാണ്. അപ്പം ഞാൻ ഈ ആർട്ടിക്കിളിൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. ഗാന്ധി ഓൾവേസ് ക്ലെയിംഡ് ദാറ്റ് ഇന്ത്യ ലീവ്ഡ് ഇൻ ഹെർ വില്ലേജസ്. അപ്പം ഗാന്ധി എപ്പോഴും ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഗാന്ധിജി പറയുന്നത് ഇന്ത്യ എപ്പോഴും അതിൻ്റെ വില്ലേജസിലാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ ഗാന്ധിജിയുടെ ക്ലെയിം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്, എസെൻഷ്യലി അതൊരു അഗ്രീറിയൻ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഫുൾ ഒരു വില്ലേജ് പോലെ ഒരു സിറ്റി ലൈഫല്ല ലീഡ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഗാന്ധിജി വാണ്ടഡ് ഇന്ത്യ ടു റിമെയിൻ ആസ് ആൻ അഗ്രേറിയൻ എക്കണോമി. അപ്പോൾ ഗാന്ധിജിക്ക് ഇന്ത്യനെ ഒരു അഗ്രേറിയൻ എക്കണോമി ആക്കാനായിട്ടാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്. ഹി ഓൾവേസ് ആർഗ്യൂഡ് ഫോർ സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജസ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ കൂടുതലും വില്ലേജസ് കാണാം. ഹി ആർഗ്യൂഡ് ദാറ്റ് സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജസ് വുഡ് മേക്ക് എ സെൽഫ് സഫിഷ്യൻറ്റ് നേഷൻ. അപ്പോൾ ഒരു നല്ല സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജസ് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നേഷനായി മാറത്തുള്ളൂ. ഇറ്റ് വാസ് എ ചാൻസ് ഓഫ് റീഡിങ് ഓഫ് ജോൺ റസ്കിൻസ് അൺടു ദിസ് ലാസ്റ്റ് ദാറ്റ് അട്രാക്റ്റഡ് ഗാന്ധി ടു ദ സിംപ്ലിസിറ്റി ഓഫ് റൂറൽ ലൈഫ്. അപ്പോൾ ഗാന്ധിജി ഒരിക്കൽ ജോൺ റസ്കിൻ്റെ ഒരു അൺടു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്ക് വായിക്കാനിടയായി. അപ്പം അത് ഗാന്ധിജീനെ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെയാണ് റൂറൽ ലൈഫിൻ്റെ ആ സിംപ്ലിസിറ്റീനെ ഒക്കെ കുറിച്ച് ഗാന്ധിജി അറിയുന്നത്, അട്രാക്റ്റ് ആകുന്നത്. ഹിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫീനസ് സെറ്റിൽമെൻറ്റ് ആൻഡ് ടോൾസ്റ്റോയ് ഫാം ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് സബർമതി ആശ്രമം ഇൻ എ ഫീൽഡ് ആൻഡ് സേവാഗ്രാം ഇൻ എ റിമോട്ട് പാർട്ട് ഓഫ് സെൻട്രൽ ഇന്ത്യ ആർ എക്സാമ്പിൾ ഓഫ് ഗാന്ധിസ് എക്സാൾട്ടേഷൻ ഓഫ് സിമ്പിൾ റൂറൽ ലൈഫ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫീനസ് സെറ്റിൽമെൻറ്റും ടോൾസ്റ്റോയ് ഫാമൊക്കെ ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. അതേപോലെ സബർമതി ആശ്രമം എന്ന് പറയുന്നത് ഒരു ഫീൽഡിലാണ്. ഇതൊക്കെ എന്ന് പറയുമ്പം ഇന്ത്യയുടെ ഒരു പാർട്ടാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ സിമ്പിൾ റൂറൽ ലൈഫിൻ്റെ എക്സാമ്പിളാണ്. രാമചന്ദ്ര ഗുഹ ആഡ്സ് ദാറ്റ് ഇന്ത്യ നോട്ട് ഓൺലി ലീവ്ഡ് ഇൻ വില്ലേജസ് ബട്ട് ഹാഡ് ഓൾവേസ് ലീവ്ഡ് ഇൻ ഹെർ ഓൺ ടൗൺ ടു. അപ്പോൾ രാമചന്ദ്ര പറയുവാണ് ഇന്ത്യ എന്ന് പറയുന്നത് വില്ലേജസിൽ മാത്രമല്ല അതിൻ്റെ ടൗണിലും ജീവിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പം രാമായണ അറിയാലോ, പിക്ക് എന്ന് പറയുമ്പോൾ സിറ്റി ഓഫ് അയോധ്യയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതേപോലെ ദ മഹാഭാരത അതും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥയിലാണ്, സിറ്റിയിലാണ്. ഇതൊക്കെ സിറ്റിയിലാണ് നടന്നിരിക്കുന്നത്. ബനാറസ് എന്ന് പറയുന്നതാണ് ഓൾഡസ്റ്റ് ലിവിങ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ബനാറസ് ആണ്. ഡൽഹി, ആഗ്ര ആൻഡ് ലാഹോർ ഇതൊക്കെ മുഗൾസാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സിറ്റിയാണ്. ഹംപി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഒരു സിറ്റിയാണ്. നമുക്കറിയാം ഹംപി ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ്. ആൻഡ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പ്രസിഡൻസി ടൗൺസ് ഓഫ് ബോംബെ, കൽക്കറ്റ, മദ്രാസ് ഇതെല്ലാം സിറ്റിയാണ്. അക്കോർഡിംഗ് ടു ഗുഹ, ഗാന്ധി ഹാസ് ബീൻ ഷേപ്ഡ് ബൈ മെനി സിറ്റീസ് അല്ലേ. ഗാന്ധി പല സിറ്റിയാൽ ഷേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. ഹി ഗ്രൂ അപ്പ് ഇൻ കത്തിയാവാർ ആൻഡ് ദെൻ വെൻ ടു സ്റ്റഡി ഇൻ ലണ്ടൻ. നമുക്കറിയാം ഗാന്ധിജി പോർബന്ദർ അല്ലേ. വളർന്നതൊക്കെ കത്തിയാവാറിലാണ്, ജനിച്ചത് ഗുജറാത്തിലാണ്. പിന്നെ പഠിക്കാൻ വേണ്ടി പോയതൊക്കെ ലണ്ടനിലാണ്. പിന്നെ ഇൻ സൗത്ത് ആഫ്രിക്കയിലാണ് നമുക്കറിയാം. ഹി വർക്ക്ഡ് ഇൻ ദ സിറ്റീസ് ഓഫ് ഡർബൻ ആൻഡ് ജോഹൻസ്ബർഗ്. അപ്പം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതും ഡർബൻ, ജോഹാനസ്ബർഗ് അവിടെയൊക്കെയാണ്, ആ സിറ്റീസിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഇൻ ദി സിറ്റീസ് ദാറ്റ് ഗാന്ധി ഷാർപ്പൻഡ് ഹിസ് പൊളിറ്റിക്കൽ സ്കിൽ ആൻഡ് മേഡ് ഹിസ് ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഇങ്ങനത്തെ സിറ്റീസിലാണ് ഗാന്ധിജീനെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്കിൽസിനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ഓൾ ത്രൂ ഹിസ് ഇന്ത്യൻ ഇയേഴ്സ് ബോംബെ പ്ലേഡ് എ ലീഡിങ് റോൾ. ഇപ്പം ബോംബെ എന്ന് പറയുന്നത് ഓൾസോ ഒരു സിറ്റിയാണ്, അതും ഒരു അവിടെ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് ദി എപ്പിക് സെൻറ്റർ ഓഫ് ഹിസ് ഫസ്റ്റ് മേജർ സത്യാഗ്രഹ, ദ റോവാൾട്ട് സത്യാഗ്രഹ ഓഫ് 1990 ആസ് വെൽ ആസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓഫ് 1942. ഇറ്റ് വാസ് ദി മെർച്ചൻസ് ഓഫ് മുംബൈ ഹു ഫൗണ്ടഡ് മോസ്റ്റ് ഓഫ് ഹിസ് മൂവ്മെൻറ്റ്സ്. അപ്പം ഇങ്ങനത്തെയൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മുംബൈ കാരണമാണ്. അപ്പം മുംബൈ എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്.
പിന്നെ അദ്ദേഹത്തിൻ്റെ 3 ഫേമസ് ഫാസ്റ്റസ് ഉണ്ട്. അതൊക്കെ ഈ 3 ഗ്രേറ്റ് ഇന്ത്യൻ സിറ്റീസിലാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പൂന, കൽക്കട്ട, ന്യൂ ഡൽഹിയിൽ. അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഫാസ്റ്റ് നോക്കാന്ന് പറയത്തില്ല, അത് ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ള ആ രീതിയിൽ. ഈ നമ്മൾ എന്താ പറയണ്ടേ, സമരം ചെയ്യുമ്പം നമ്മൾ ഫുഡ് കഴിക്കത്തില്ല, അതേപോലെ. ഹിസ് ഫാസ്റ്റ് ഇൻ കൽക്കട്ട ഇൻ 1947, ഡൽഹിയിൽ 1948. ഇതൊക്കെ പീസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഹി യൂസ്ഡ് ടു വിസിറ്റ് ദിസ് സിറ്റീസ് റെഗുലർലി ആൻഡ് ഹാഡ് മെനി ഫ്രണ്ട്സ് ആൻഡ് അസോസിയേറ്റ്സ്. അപ്പോൾ ഇതേപോലത്തെ സിറ്റീസിലൊക്കെ വിസിറ്റ് ചെയ്യുകയും കുറേ ഫ്രണ്ട്സും അസോസിയേറ്റ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്. When he came to Delhi in 1947, he wanted to stay in the Harijan colony as he had previously done. As there was threat to life, he was persuaded to stay in Birla House instead. On 13th May 1948, he was shot dead while he was on his way to hold his daily prayer. അപ്പം 1947 ആയപ്പോൾ ഡൽഹിയിലോട്ട് വന്നു. അങ്ങനെ ഹരിജൻ കോളനിയിലാണ് അദ്ദേഹം എപ്പോഴും സ്റ്റേ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലൈഫിന് ത്രെറ്റ് ഉള്ളത് കാരണം ബിർള ഹൗസിലാണ് സ്റ്റേ ചെയ്തത്. നമുക്കറിയാം, മെയ് 30 1948 ഗാന്ധിജി മരിക്കുന്നത്. അദ്ദേഹം ഡെയിലി പ്രയറിലോട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നത്. പിന്നെ ഗാന്ധി ഹാഡ് അറ്റാച്ച്മെൻറ്റ് ടു മദ്രാസ് സിറ്റി ആസ് വെൽ. ഇപ്പം മദ്രാസ് സിറ്റി എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സത്യാഗ്രഹസ് ഓഫ് ഹിസ് സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പയിൻസ് ഹാഡ് കം ഫ്രം മദ്രാസിൽ നിന്നാണ് ഈ മോസ്റ്റ് ഓഫ് ദി സത്യാഗ്രഹസ് വരുന്നത് തന്നെ, ക്യാമ്പയിൻ നടക്കുന്നത് തന്നെ. G.N. Nadeshan, the Madras editor of Gandhi's works, did very good work in publicizing Gandhi, and C. Rajagopalachari, the Madras-based scholar, sage and politician, was much respected by Gandhi. അപ്പം ഇപ്പോൾ 2 വ്യക്തികളെ ഞാൻ പറഞ്ഞു, G.N. നടേശനും അതേപോലെ G. രാജഗോപാലാചാരി. ഇവരൊക്കെ ഗാന്ധിജീനെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അതേപോലെ ഗാന്ധിജീനെ പബ്ലിസൈസ് ചെയ്യാൻ പറ്റി. അതേപോലെ അവരൊക്കെ ഗാന്ധിജീനെ റെസ്പെക്റ്റും ചെയ്തിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഗാന്ധിസ് ഹേറ്റഡ് ഫോർ സിറ്റി ലൈഫ് ആൻഡ് എക്സാൾട്ടേഷൻ ഓഫ് വില്ലേജ് ലൈഫ് ഇൻ ഹിസ് റൈറ്റിംഗ്സ്, ഹിസ് ആക്ഷൻ സ്പീക്സ് വോളിയൂംസ് അബൌട്ട് ഹിസ് ഡീപ്പ് എൻഗേജ്മെൻറ്റ് വിത്ത് അർബൻ ലൈഫ്. അപ്പം ഗാന്ധിജി സിറ്റി ലൈഫിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, വില്ലേജ് ലൈഫിനെ പറ്റിയിട്ടാണ് കൂടുതലും റൈറ്റിംഗ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ആൻഡ് മെനി സ്കോളേഴ്സ് ഹാവ് സപ്പോർട്ടഡ് ദിസ് വ്യൂ. കുറേ സ്കോളേഴ്സും ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെയർ ആർ നമ്പർ ഓഫ് ബുക്സ് ഡോക്യുമെൻറ്റിംഗ് ഹൗ ഗാന്ധി ഷേപ്ഡ് ഇൻഡിവിജ്വൽ സിറ്റീസ് ആൻഡ് ഹൗ ഹി വാസ് ഷേപ്ഡ് ബൈ ദം ഇൻ ടൈം. അപ്പം സിറ്റീസ് ഗാന്ധി ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ സിറ്റീസ് ഗാന്ധിനെയും ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ജെയിംസ് ഹൺസ് ഗാന്ധി ഇൻ ലണ്ടൻ, എറിക് ഇറ്റ്കൻസ് ഗാന്ധിസ് ജോഹാനസ്ബർഗ്, ആൻഡ് ഉഷ താക്കാസ് ആൻഡ് സന്ധ്യാസ് മെഹ്താസ് ഗാന്ധി ഇൻ ബോംബെ ആർ എക്സാമ്പിൾസ്. അപ്പോൾ ഇതൊക്കെ ഗാന്ധിജിയുടെ ആ ഒരു സിറ്റീസിനെ പറ്റിയിട്ടും അതേപോലെ ഗാന്ധിജി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വില്ലേജ് ലൈഫിന്, അതൊക്കെ എഴുതിയിട്ടുള്ളതാണ് ഇതേപോലത്തെ ആർട്ടിക്കിൾസ് ഒക്കെ. അപ്പം ബുക്സൊക്കെ ഗോപാലകൃഷ്ണ ഗാന്ധീസ് എ ഫ്രാങ്ക് ഫ്രണ്ട്ഷിപ്പ് ഡീറ്റെയിൽസ് മഹാത്മാസ് റിലേഷൻഷിപ്പ് വിത്ത് ബംഗാൾ ആസ് ഹോൾ. അപ്പം ഗോപാലകൃഷ്ണയുടെ ഗാന്ധിജിയുടെ എ ഫ്രാങ്ക് ഫ്രണ്ട്ഷിപ്പിനകത്ത് മഹാത്മാഗാന്ധിജിയുടെ ബംഗാളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗുഹ ഫീൽസ് ദാറ്റ് ദർ ഈസ് നോ ഗ്രേറ്റ് ബുക്ക് ഡിസ്ക്രൈബിംഗ് ഗാന്ധീസ് റിലേഷൻഷിപ്പ് വിത്ത് ഡൽഹി, ഈവൻ ദോ ഇറ്റ് വാസ് ഇൻ ദിസ് സിറ്റി ദാറ്റ് ഗാന്ധി മെറ്റ് സക്സസീവ് viceroys and he had many intimate friends there. He hopes that a scholar somewhere must be working on how Delhi shaped Gandhi and how Gandhi shaped Delhi in return. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുഹ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗ്രേറ്റ് ബുക്കില്ല ഗാന്ധിയുടെ റിലേഷൻഷിപ്പിനെ, ഡൽഹി ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനുള്ള വേറൊരു ബുക്കും ഇല്ല. ഈ ഒരു സിറ്റിയിലാണ് ഗാന്ധി കുറേ സക്സസീവ് ആയിട്ടുള്ള വൈസ്രോയ്സിനെയും കുറേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നതും മീറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം he hopes that scholar somewhere must be working on how Delhi
ഷേപ്ഡ് ഗാന്ധി ആൻഡ് ഹൗ ഗാന്ധി ഷേപ്ഡ് ഡൽഹി ഇൻ റിട്ടേൺ. അപ്പോൾ പറയുവാണ് സ്കോളർ, അതായത് എവിടെയെങ്കിലും ഉള്ള സ്കോളർ ഈ ഡൽഹി എങ്ങനെയാണ് ഗാന്ധിനെ ഷേപ്പ് ചെയ്തത്, അതേപോലെ ഗാന്ധി എങ്ങനെയാണ് ഡൽഹിനെ ഷേപ്പ് ചെയ്യുന്നുള്ള വർക്കിങ്ങിൽ അവർ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ, അപ്പം ഈ സിറ്റീസ്, ധാരാളം സിറ്റീസ് ഉണ്ട്, അതിലൊരു സിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഗാന്ധിനെ ഷേപ്പ് ചെയ്തതും ഓരോ സിറ്റീസ് ഗാന്ധിനെ ഷേപ്പ് ചെയ്തതെന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിളായിട്ടുള്ള ആർട്ടിക്കിളാണ്, ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്ന് മനസ്സിലാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.